ടെക്നീഷ്യനായിട്ട് ആണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15,000 to 20,000 ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുക. പലരും ഈ സാലറി പറയുമ്പോൾ പലരും കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഇതിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണികളുണ്ടല്ലോ, അതിന് പൊക്കൂടെ എന്നൊക്കെയാണ് പലരും ചോദിക്കുക. ഇഷ്ടപ്പെട്ട് വന്നൊരു ഫീൽഡ് അല്ല. ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ വന്ന് വർക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ഇഷ്ടമായി. ഇപ്പോൾ എൻ്റെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ ലോങ് വിഷൻ ഇല്ല, ദൂരെ ഉള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അതായത് നമ്മൾ കണ്ണാടി വെച്ചത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. രണ്ടും നല്ല കോഴ്സസ് തന്നെയാണ്. ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ റിഗിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. പിന്നെ 56 ദിവസം വർക്കും 28 ദിവസം ഓഫൊക്കെ ആയിട്ട് അത് നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക എപ്പോഴും ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ആയിരിക്കും. ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാൾക്ക് പറ്റുന്ന പണിയല്ല. അത് പറ്റില്ല. ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ശരിക്കും ഇപ്പോൾ ഞാനൊക്കെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സാധനത്ത് ഈ ഹെൽമെറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ BA ഹിസ്റ്ററി പഠിച്ച ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, BCom പഠിച്ച ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, +2 പാസ്സാവണം എന്ന് മാത്രമേ ഉള്ളൂ. സപ്ലി ഒക്കെ ഉണ്ടായിരുന്നോ? സപ്ലി ഉണ്ടായിരുന്നില്ല. സപ്ലി പഠിപ്പിച്ചിട്ടായിരുന്നു സാർ? അതെ, പഠിപ്പിച്ചായിരുന്നു. കൂടെ ഉള്ളവർ പഠിക്കുന്നത് കൊണ്ട് ഞാനും പഠിച്ചു പോയി, അങ്ങനെ പറയാം അല്ലേ? കൂടെ ഉള്ളവർ പഠിപ്പികളായിരുന്നു, അതുകൊണ്ടാണ്. ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നില്ല, ഒരു സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചർ. വെൽക്കം ടു ദി ഫ്യൂൽ ഫ്യൂച്ചർ പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നുള്ളത് കെവിൻ സാറാണ്. നമ്മുടെ അരവിങ്സ് അക്കാഡമിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എക്സ്പേർട്ടായ ഫാക്കൽറ്റിയാണ്. അപ്പോൾ സ്റ്റുഡൻസിനുള്ള ഡൗട്ട്സ്, അവരുടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഹായ്, വെൽക്കം ടു ദി ഷോ സർ. ഹലോ. എന്താണ് സർ ആക്ച്വലി ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ്? ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ റിഫൈനറി, പവർ പ്ലാന്റ്, അതുപോലെ തന്നെ മറ്റ് കൺസ്ട്രക്ഷനിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. 6 മാസത്തെ കോഴ്സാണ്. തിയറിയും കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ സാറിനോട് ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. സാർ ആക്ച്വലി ഇപ്പം സാറിൻ്റെ മോൾക്കോ മോനോ ആർക്കെങ്കിലും ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് ആണോ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ആണോ സജസ്റ്റ് ചെയ്യുക? രണ്ടും നല്ല കോഴ്സസ് തന്നെയാണ്. ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ റിഗിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. പിന്നെ 56 ദിവസം വർക്കും 28 ദിവസം ഓഫൊക്കെ ആയിട്ട് അത് നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക എപ്പോഴും ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അപ്പോൾ എനിക്കറിയാവുന്ന മേഖലയിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ഫീൽഡ് ഈ അതായത് ടീച്ചിങ് ഫീൽഡ് ആയിരുന്നോ അതോ മുന്നേ എവിടെയാണ് വർക്ക് ചെയ്തത്? അല്ല, ഞാൻ ഇതുപോലെ കോഴ്സ് ചെയ്തതിന് ശേഷം BTechന് ശേഷം QAQC കോഴ്സ് ചെയ്തു. അതിനുശേഷം ഞാൻ കൊച്ചി റിഫൈനറിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നത്. ഒരു 4-5 വർഷത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം കുറച്ച് നാൾ കരിയർ ബ്രേക്ക് എടുത്തിട്ടാണോ ഈ ഒരു? അല്ല, കരിയർ ബ്രേക്ക് ഞാൻ വേണമെന്ന് വെച്ചിട്ട് എടുത്തതല്ല. കൊച്ചിയിലെ 2 പ്രൊജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ 2 പ്രൊജക്റ്റിന് ശേഷം ആ കമ്പനിയുടെ വർക്ക് പിന്നെ വന്ന് നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യേണ്ട ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ആയല്ലോ, ഈ ഗൾഫിൽ ജോബ് നോക്കാം എന്നുള്ളൊരു ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെ ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്ന് പെട്ടതാണ്. അല്ല, അപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടില്ല? അല്ല, ഗൾഫിൽ വർക്ക് ചെയ്തിട്ടില്ല. ഗൾഫിലോട്ടുള്ള ജോബിൽ ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ കേരളത്തിലെ ജോലി ഞാൻ നിർത്തിയത്. പക്ഷേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റാവാൻ നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിന് നമുക്ക് പുറത്തൊക്കെ കുറച്ചും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എവിടെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, കരിയർ ഗ്രോത്ത് കുറച്ചും കൂടെ ബെറ്റർ എവിടെയായിരിക്കും? ഇപ്പോഴും ഗൾഫിൽ ജോബ് ഓപ്പണിംഗ് കിട്ടുന്നതാണ് വളരെ നല്ലത്. കാരണം അവിടെയൊക്കെ കുറച്ചുകൂടെ പാക്കേജസ് കൂടുതലുണ്ടാവും, നമുക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് തരും അവർ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗൾഫിലെ കമ്പനീസൊക്കെ എപ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഏതാ വേണ്ടേ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് പാസ് ആയിട്ടുള്ള ആർക്ക് വേണേലും? 10th പറ്റില്ല. അപ്പോൾ 10th ചില കമ്പനീസ് 10th ഉള്ളവരെ എടുക്കുന്നില്ല. എന്നാലും പഠിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നല്ലേ? കിട്ടുന്നവരൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഒരു +2 എങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. മെയിൻലി സ്കില്ലോ അല്ലെങ്കിൽ അതിലൊരു താല്പര്യമല്ല, +2 മെയിൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ്. അതെ, നമ്മളിപ്പോൾ BA കഴിഞ്ഞ ആൾക്കാർ, BCom കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. അതായത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. പലരുടെയും സംശയം എന്താ വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പേര് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എഞ്ചിനീയറിംഗിൻ്റെ ഒരു സപ്ലിമെൻ്ററി കോഴ്സ് പോലെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ BA ഹിസ്റ്ററി പഠിച്ച ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, BCom പഠിച്ച ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, +2 പാസ്സാവണം എന്ന് മാത്രമേ ഉള്ളൂ. വുമൻസിനൊക്കെ ഈ ഒരു ഫീൽഡിലോട്ട് ചാൻസസ് ഉണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് വരും? സ്റ്റുഡൻസ് വന്നിരിക്കുമ്പോൾ ചോദിക്കും
ബാക്കിയുള്ള ബ്രാഞ്ചസിലൊക്കെ പെണ്ണുങ്ങളുണ്ട്, നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളില്ല. കുറവാണെന്നല്ലേ? അതെ. അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും പൊടിയും ഒക്കെ അടിച്ച് അങ്ങനത്തെ ജോബൊക്കെയാണ് വരുന്നത്. നമ്മുടെ സൈറ്റ് അങ്ങനെയായിരിക്കും. ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ടേബിളിൻ്റെ പുറത്തിരുന്നിട്ട് ചെയ്യുന്ന ജോബുകളല്ല. ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാൾക്ക് പറ്റുന്ന പണിയല്ല. അത് പറ്റില്ല. ഇപ്പൊ ബോയ്സിനാണെങ്കിലും ശരി, ഇപ്പൊ ഞാനൊക്കെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സാധനത്ത് ഈ ഹെൽമെറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഈറ്റടിച്ചിട്ട് ഇങ്ങനെ കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡല്ല നമ്മളെ KGF പോലെ അങ്ങനെ പോലെ മൊത്തം പൊടിയും ഒരു കരിപ്പൊടി അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെ കുറെ ഹാർഷായിട്ടുള്ള എൻവയോൺമെന്റ്സിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ചെളി ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ്, അതായത് സൂപ്പർവൈസർ അല്ലെങ്കിൽ എൻ്റെ എഞ്ചിനീയറൊക്കെ ആയിട്ട് കുറച്ച് ലേഡീസിനെ കാണാറുണ്ട്. പിന്നെ HR സെക്ഷനിൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ലേഡീസ് ഉണ്ട്. പക്ഷേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. HR പൊസിഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. HR ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. നമ്മൾ ടെക്നിക്കലായിട്ട് വർക്കാണ്, സൈറ്റിലെ വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ലേഡീസിനും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻവയോൺമെൻറ്റ് ഇങ്ങനെ ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും പ്രിഫർ ചെയ്യാറില്ല. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, അതിനകത്ത് ഗേൾസിൻ്റെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. എടുക്കുന്നവരുണ്ട്, എന്നാലും ഭയങ്കര കുറവായിരിക്കും. കാരണം പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം. ഞാനും എൻ്റെ സ്റ്റുഡൻസും കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരാൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒത്തിരി സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്? ഇപ്പോൾ ഹൈറ്റിലുള്ള വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരുപാട് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന പോലെ ഒരു വലിയൊരു ടാങ്കിൻ്റെ മുകളിൽ കയറേണ്ടി വരും. അപ്പോൾ വെയിലൊക്കെ കൊള്ളേണ്ടി വരും. അപ്പോൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സേഫ്റ്റി ഗാഡ്ജറ്റ്സും അതോടൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വർക്ക് ഒരുപാട് ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ അവർ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടി സേഫ്റ്റി ബെൽറ്റ് തരുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ വെൽഡിങ് അതുപോലെ തന്നെ മറ്റ് ഹോട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലൗസ് തരുന്നുണ്ടാവും. എനിക്ക് സൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ജോബ് ഓപ്പർച്യൂണിറ്റി അത്ര ഇപ്പോൾ എൻ്റെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ ലോങ് വിഷൻ ഇല്ല, ദൂരെ ഉള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് നമ്മൾ കണ്ണാടി വെച്ചത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഈ സ്പെക്സ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്ന ഹെൽമെറ്റും അതുപോലെ മാസ്ക് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടാവില്ലേ? ചെറിയൊരു ഫോഗ് അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ മാസ്ക് വെക്കുന്ന സമയത്ത് കണ്ണാടിയിലൂടെ ചെറിയൊരു ഫോഗ് വരും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടല്ലോ മറ്റേ നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കളർ വിഷൻ വേണം. അതായത് എല്ലാ കളേഴ്സും നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ്റെ സമയത്ത് ഒരു ഐ ടെസ്റ്റ് നടത്തിയിട്ട് കളർ വിഷൻ ഓക്കെ ആണെന്നുള്ളത് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അതെ, ചിലരും കളർ ബ്ലൈൻഡ്നെസ് പലർക്കും അറിയില്ല. അതായത് അവർ ഒരു കളർ കാണുന്നുണ്ടാവും, പക്ഷെ അവർ കാണുന്ന കളർ ആ കളർ ആവണമെന്നില്ല. കളർ ബ്ലൈൻഡ്നെസ് ഇന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഇഷ്യൂ ഇല്ല. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് സ്റ്റാർട്ടിങ്ങിൽ വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഡൗട്ട്സ് എന്തൊക്കെയാണ്? സാറിൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും മെയിനായിട്ട്. ഫസ്റ്റ്ലി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗും ഡിപ്ലോമയും ഉള്ളവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം അവർ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. വെൽഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും. ബാക്കിയുള്ളവർക്കും ഒരു ഫ്രഷ് എന്നുള്ള നിലയിൽ അതായത് ഫ്രഷ് സബ്ജക്റ്റായിട്ട് പഠിക്കാം. പിന്നത്തെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേഷൻസ് ഒരുപാട് വരുന്നുണ്ടോ? മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത ചൂസ് ചെയ്യാൻ പാടില്ല എന്നില്ല. ബേസിക് കാൽക്കുലേഷൻസേ ഉള്ളൂ. ഇപ്പോൾ പൈപ്പൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പൈപ്പിൻ്റെ നീളം കൂട്ടേണ്ടി വരും. കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലിക്കേഷൻ, ഇടയ്ക്ക് ഒരു പോർഷനിൽ ഒരു ടെസ്റ്റിങ്ങിനകത്ത് ടാനിന്റെയും കോസിന്റെയും ഇത് വരുന്നുണ്ട്. അത് ചെറിയൊരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതില്ലാതെ ചെയ്യാനൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അപ്പോൾ വലിയ ആപ്ലിക്കേഷൻ വരുന്നില്ല ടാനിന്റെയും കോസിന്റെയും. ഡിഫറൻഷ്യലും ഇൻ്റഗ്രേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ബേസിക് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ, 10 വരെയുള്ള മാത്സ് മാത്രം. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സോഫ്റ്റ്വെയർ സ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ആവശ്യമുള്ളതുണ്ടോ? ഇല്ല, നമ്മുടെ സിലബസിൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒന്നുമില്ല. പിന്നെ ചിലർ ഓട്ടോകാഡ് അല്ലാതെ പോയിട്ട് ചെയ്തിട്ട് പൈപ്പിങ്ങിന്റെ ഡിസൈൻ മേഖലയിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ സിലബസിൽ അതില്ല. ഭാവിയിലോട്ട് ഇതിന് വല്ല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടോ? ഡിസൈൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഓട്ടോകാഡ് എടുത്ത് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഫീൽഡും അതുമായിട്ട് കറന്റ്ലി ഇപ്പോൾ ബന്ധമൊന്നുമില്ല. ആക്ച്വലി സാർ ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാണോ? അതെ, എഞ്ചിനീയറിംഗിന്റെ ഒരു കോർ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹമായിരുന്നത്. അപ്പോൾ
ഇഷ്ടം. എത്രാം ക്ലാസ് തുടങ്ങിയുള്ള എയിമായിരുന്നു? അങ്ങനെയല്ല, എഞ്ചിനീയറിംഗ് ചേർന്നപ്പോൾ പലരും ബാങ്കിങ്ങിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലർ മറ്റ് മേഖലയിലോട്ട് IT കമ്പനീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഫീൽഡ്. സപ്ലി ഒക്കെ ഉണ്ടായിരുന്നോ? സപ്ലി ഉണ്ടായിരുന്നില്ല. സപ്ലി പഠിപ്പിച്ചിട്ടായിരുന്നു സാർ? അതെ, പഠിപ്പിച്ചായിരുന്നു. കൂടെയുള്ളവർ പഠിക്കുന്നത് കൊണ്ട് ഞാനും പഠിച്ചു പോയി. അങ്ങനെ പറയാനല്ലേ? അതെ, കൂടെയുള്ള ഒരു പഠിപ്പികളായിരുന്നു അതുകൊണ്ട്? ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നില്ല, ഒരു സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നു. അതേത് ബെഞ്ചായിരുന്നു? ബാക്ക് ബെഞ്ചിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബെഞ്ച്. ബാക്ക് ബെഞ്ചസിന് എപ്പോഴും ടീച്ചേഴ്സ് ടാർഗറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്നില്ല, ബാക്ക് ബെഞ്ചിൽ തൊട്ട് ഫ്രണ്ടിലുള്ള ഫ്രണ്ടിലുള്ള ടാർഗറ്റ് ചെയ്യും. അപ്പം മിഡിലായിട്ടങ്ങ് അല്ല, ഫ്രണ്ടിലുള്ള ബാക്ക് ബെഞ്ചറിനല്ലേ ആദ്യം ടാർഗറ്റ് ചെയ്യുക. എന്നാലും ഫ്രണ്ടിലിരിക്കുന്ന നമുക്ക് ബെഞ്ച് മാറുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. റൊട്ടേഷൻ ഒന്നുമില്ല. നിങ്ങൾക്കില്ല അല്ലെ? ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിൽ കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ജോബ് റോൾസ് ഉണ്ടാവും. പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഒറ്റൊരിതിൽ കുട്ടിക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇന്നതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് ചൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും? പൈപ്പിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം. അത് നമ്മുടെ സബ്ജക്റ്റ് പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് പൈപ്പിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പൈപ്പ് എന്തൊക്കെയാണ്, പൈപ്പ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഡ്രോയിങ് നോക്കുക. അപ്പോൾ പൈപ്പിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ പെയിൻറ്റിംഗ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാം. NDT ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. ഇത്രയും ഫീൽഡാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ആക്ച്വലി ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് ഫാക്കൽറ്റി ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതാണോ? ആക്ച്വലി അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഫാക്കൽറ്റി ആയിട്ട് എവിടെയും വർക്ക് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളത്തെ വർക്ക് കഴിഞ്ഞിട്ട് കമ്പനിക്ക് നെക്സ്റ്റ് പ്രോജക്റ്റ് വന്നത് നോർത്ത് ഇന്ത്യയിലായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ട, ഗൾഫിലോട്ട് പോകാം എന്നുള്ള ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ പക്ഷേ ഗൾഫിലോട്ടുള്ള ജോബൊന്നും അത്ര പെട്ടെന്ന് സെറ്റായില്ല, കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിഷ്ണു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഫാക്കൽറ്റി ആയിട്ടൊരു സ്ഥലത്തൊരു ഓപ്പണിംഗ് ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫാക്കൽറ്റി ആയത്. എത്ര നാളായിട്ട് ഇപ്പോൾ ഫാക്കൽറ്റി ഫീൽഡിലുണ്ട്? 2018 മുതൽ ഞാൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. വർക്കിംഗ് ഫീൽഡിലാണോ അതോ ഇപ്പോൾ ഫാക്കൽറ്റി ഫീൽഡാണോ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്? രണ്ട് വൈബാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു രീതിയിലാണ് വർക്ക് മൊത്തം പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, ചിലപ്പോൾ വർക്ക് തീരാതെ വരും, ഓവർ ടൈമൊക്കെ നിൽക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു സ്ട്രെസ്സ് ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മറ്റ് വർക്കിംഗ് പ്രൊഫഷനേക്കാളും കുറച്ചും കൂടി എളുപ്പമെന്നാണ് സാർ പറയുന്നത്? എളുപ്പമൊന്നുമല്ല, അതിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ചിലപ്പോൾ സ്റ്റുഡൻസിന് പല വിധത്തിലുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ വേണ്ടി വരും. മറ്റേടത്ത് അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് വന്നൊരു ഫീൽഡ് അല്ല? ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പിന്നെ വന്ന് വർക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ഇഷ്ടമായി. ഇപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസിൽ ഫ്രഷർ എന്ന നിലയിൽ വർക്കിന് കയറാൻ പറ്റും? നമുക്ക് റിഫൈനറീസിൽ വർക്ക് ചെയ്യാം, പവർ പ്ലാന്റ്സിൽ വർക്ക് ചെയ്യാം, പ്രൊഡക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാം, പിന്നെ റിഗിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടെ വർക്ക് ചെയ്യാം. അങ്ങനെ സ്റ്റീൽ ഫാബ്രിക്കേഷൻസ് വരുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് വർക്ക് ചെയ്യാം. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരാൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം? നമ്മളിപ്പോൾ 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിക്കുന്ന ടൈപ്പ് ജോബല്ല നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്. നമ്മൾ ചിലപ്പോൾ 8 മണിക്ക് സൈറ്റിൽ കയറേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് അഡീഷണൽ ആയിട്ട് തീർക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ അതിരാവിലെ കയറേണ്ടി വരും. ചിലപ്പോൾ വർക്ക് തീരാൻ ലേറ്റ് ആവും. അപ്പോൾ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം തന്നെ വർക്ക് വരും. ഞാനൊക്കെ 8 മണിക്ക് കയറിയിട്ട് പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് വർക്ക് തീരാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അത്രയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം പിന്നെ 8 മണിക്ക് കയറുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓഫ് ഡേ ആണെങ്കിൽ പോലും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള, അതായത് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ പല റിഫൈനറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല റിഫൈനറികൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പോലത്തെ ഇവിടുത്തെ പോലത്തെ വീടുകളൊന്നുമില്ല. അപ്പോൾ കൊച്ചി റിഫൈനറിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അത് എന്താണ്, ഒരുപാട് സിറ്റിയിൽ നിന്ന് മാറിയിട്ടല്ല, അത് തൊട്ടടുത്ത് വീടുകളും കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു റിഫൈനറിയിൽ പോയി കഴിഞ്ഞാൽ, ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ റിഫൈനറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൂമിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു കുറേ ദൂരം നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാ വേൾഡിലുള്ള എല്ലാ റിഫൈനറീസും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് കുറേ മാറിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ചിലപ്പോൾ 6 മണിക്ക് ഇറങ്ങിയിട്ട് 8 മണിക്ക് റിഫൈനറിൽ കയറിയിട്ട് പിന്നെ വൈകുന്നേരം ഒരു 8 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ റൂമിലെത്തുമ്പോൾ ചില 10 മണിയൊക്കെ ആവും. അപ്പോൾ അത്രയും അങ്ങനെയായിരിക്കും അതിൻ്റെ വർക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഇതിനകത്ത് ലീവൊക്കെ എങ്ങനെയാണ് വരുന്നത്? സാധാരണ കമ്പനിയിൽ വീക്കിലി ഓഫായിരിക്കും, സൺഡേസിൽ ഓഫായിരിക്കും. ഇന്ത്യൻ കമ്പനിയൊക്കെ ആണെങ്കിൽ സൺഡേസിൽ ഓഫ്, ഗൾഫിലൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും ഓഫ് വരിക.
പിന്നെ ആനുവൽ ലീവ് ഉണ്ടാവും. ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തെ ലീവ് തരും. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു ഫ്രഷർക്ക് എത്ര സാലറി പ്രതീക്ഷിക്കാം? ടെക്നീഷ്യനായിട്ട് ആണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15,000 to 20,000 ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുക. പലരും ഈ സാലറി പറയുമ്പോൾ പലരും കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഇതിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണികളുണ്ടല്ലോ, അതിന് പൊക്കൂടെ എന്നൊക്കെയാണ് പലരും ചോദിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഓടാൻ പോകാമെന്ന് വിചാരിക്കാം. എങ്ങനെയെങ്കിലും ഒരു 25 രൂപ മേലെ കിട്ടും ഫുൾ ടൈം ഓടുന്ന ആൾക്ക്. പക്ഷേ നമ്മളൊരു 4 വർഷം ഇത് തന്നെ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 4 വർഷം കഴിഞ്ഞാൽ നമ്മളിതേ ജോബിൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് പുതിയതായിട്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 1 വർഷം 2 വർഷമൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ജോബ് എന്താണ്, മറ്റുള്ള ജോബ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാണ് നമ്മുടെ സാലറിയും അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സാലറി മറ്റ് നല്ല കമ്പനിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ സാലറി കുറവായിരിക്കും. പലരും വില്ലിങ് ആവുന്നില്ല ഈ ഒരു ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. 1 വർഷം 2 വർഷമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയിൽ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി, നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ കിട്ടും. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഓൺ ഷോർ ഓഫ് ഷോർ എന്ന് പറയുന്ന ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓഫ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഗ്ഗിങ് പ്ലാറ്റ്ഫോം ഇരിക്കുന്നത് കടലിലായിരിക്കും, അതായത് കരയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടായിരിക്കും. ഓൺ ഷോർ എന്ന് പറയുമ്പോൾ അത് കരയിലായിരിക്കും ഇരിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 2 ഫീൽഡിലാണെങ്കിലും ശരി നമുക്ക് സ്റ്റീലിൻ്റെ ഫാബ്രിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇൻസ്പെക്ഷൻ ജോബ്സ് വരുന്നുണ്ട്. അത് വെൽഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. അതിനെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റിന് ഇത്ര കോട്ട് പെയിൻറ്റ് അടിക്കണമെന്നുണ്ട്, അതിന് ഫോൾട്ടുകൾ വരാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഈ 2 ഫീൽഡിലും ഓൺ ഷോർ ആണെങ്കിലും ശരി ഓഫ് ഷോർ ആണെങ്കിലും ശരി ഈ 2ലും ഇൻസ്പെക്ഷൻ ജോബ്സ് വരും. അപ്പോൾ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇൻസ്പെക്ടറായിട്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫീൽഡിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് വേണം നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്? ഇവിടെ തുടക്കക്കാരന് NDT ലെവൽ 2ൻ്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം മതി. പക്ഷേ നമ്മൾ ഈ ഫീൽഡിൽ കുറേ നാൾ നിന്ന് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ അതുപോലെ തന്നെ പെയിൻറ്റിങ് ഇൻസ്പെക്ഷനിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ സ്പെഷ്യലൈസ്ഡ് എക്സാംസ് വരും. CSIPൻ്റെയും നെയ്സിൻ്റെയും BGASൻ്റെയും AWSൻ്റെയും ഒക്കെ എക്സാംസ് എഴുതേണ്ടി വരും. ഈ എക്സാംസ് ഒരു തുടക്കക്കാരന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് കുറച്ച് നോളജ് മാത്രമേ ഉള്ളൂ, പിന്നെ ഇവർക്ക് സൈറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാനെപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുള്ളതെന്ന് വെച്ചാൽ തുടക്കത്തിലെ ഈ എക്സാംസ് എഴുതാൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ ഈ എക്സാംസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം എക്സാം ഫീസ് മാത്രം വരും. അപ്പോൾ ഒന്നും അറിയാതെ പോയിട്ട് ആ എക്സാം ഫീസ് അടച്ച് അത് നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ചില കമ്പനീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ CSIPൻ്റെയും അതുപോലെ തന്നെ BGASൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ ഒരു 3 വർഷം 4 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എഴുതിയെടുത്താൽ വളരെ നല്ല. ഈ CSIPൻ്റെ ഒക്കെ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ? ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഈ ഒരു NDT ലെവൽ 2ൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. പക്ഷേ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരാരും ചോദിക്കില്ല ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടാണോ വന്നേക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം ഒരു ഇൻഡസ്ട്രിയിൽ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അറിഞ്ഞിട്ട് കയറുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതായത് എന്താണ് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ, അതിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്, ഗേജസ് എന്തൊക്കെയാണ്, ഇതൊന്ന് അറിഞ്ഞിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അല്ലാതെയും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ നല്ല ഇതാണ്. ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാന്ന് നോക്കിയേ. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞ് ഈ പറയുന്ന ഒരു എക്സാം എഴുതി കൂടെ? ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ പഠിക്കണം എന്നുണ്ടോ? ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിച്ചെടുക്കാം. പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടെ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെ വെൽഡ് ഇൻസ്പെക്ഷൻ ചെയ്യണം, വെൽഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ സെക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതെങ്ങനെ NDT ചെയ്യണം, PT എങ്ങനെ ചെയ്യണം, MT എങ്ങനെ ചെയ്യണം, RT എങ്ങനെ ചെയ്യണം, UT എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വായിച്ച് പഠിക്കുന്നതിനൊക്കെ നല്ല ചെയ്ത് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നെറ്റ് നോക്കി പഠിക്കുന്നതിനേക്കാളും. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി ഇന്റർനാഷണലി വർക്ക് ചെയ്യാനായിട്ട് ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ് സാറിൻ്റെ ഒരു സജഷൻ? മെയിനായിട്ട് GCCയിലാണ് കൂടുതൽ ഓപ്പണിങ്സ് വരുന്നത്. അപ്പോൾ ഗൾഫ് കൺട്രീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റുള്ള രാജ്യത്തും വർക്ക് ചെയ്യാം, പക്ഷേ കൂടുതൽ ഓപ്പണിങ്സ് വരുന്നത് ഗൾഫ് കൺട്രീസിലാണ്. ഈ ഒരു ഇലക്ട്രിക്കൽ യുഗത്തിൽ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഡിസപ്പിയർ ആവാനുള്ള ചാൻസസ് ഉണ്ടോ? ഉടനെ അത് സംഭവിക്കില്ല. കാരണം ഒരു നിയർ ഫ്യൂച്ചറിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. ഒരു മേ ബി ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം.
അപ്പോൾ 2040 2050 വരെയുള്ള ഫോസിൽ ഫ്യൂവൽസ് പ്രോസസ്സ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഉടനെ ഒന്നും ഇതുപോലുള്ള ഫോസിൽ ഫ്യൂവൽസ് റിപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല ഇതുപോലുള്ള വലിയ വലിയ ടർബൈൻസ്, അതുപോലെ തന്നെ വലിയ വലിയ മിഷനറീസൊക്കെ ഇപ്പോഴും സ്റ്റിൽ റൺ ചെയ്യുന്നത് ഈ പെട്രോളിയം ഫ്യൂവൽസ് വെച്ചിട്ടാണ്. ചെറിയ ചെറിയ EVയിലൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് ഇപ്പോഴും പെട്രോളിയം ഫ്യൂവൽസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റിപ്ലേസ് ചെയ്യാനുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് വരുന്നത് വരെ പെട്രോളിയം ഫ്യൂവൽസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച് പോരും. ഒരിക്കലും ഡിസപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഭാവിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരു നിയർ ഫ്യൂച്ചറിൽ ഒരു 40-50 വർഷത്തിനുള്ളിൽ ഒന്ന് ഡിസപ്പയർ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താ സാറിൻ്റെ ഭാഗത്തു നിന്ന്? തുടക്കത്തിൽ തന്നെ നല്ലൊരു വൈറ്റ് കോളർ ജോബ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും വരരുത്. തുടക്കത്തിൽ തന്നെ നമ്മളൊരു ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായിട്ടോ ഒക്കെ ആയിരിക്കും കയറി എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് ഞാൻ ഈ പറയുന്ന പോലെ സ്പെഷ്യലൈസേഷൻ എക്സാംസൊക്കെ എഴുതി നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സാലറിയും അതേപോലെ തന്നെ ഒരു വൈറ്റ് കോളർ ജോബൊക്കെ അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഫീൽഡിൽ തന്നെ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഇത് നമ്മൾ ഒരു ഓഫീസിൽ നിന്നുള്ള ജോബായിരിക്കും, ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നുള്ള ജോബായിരിക്കും. അങ്ങനെ ഒരു ജോബായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നമ്മുടെ കേരള ഫുഡ് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഗുജറാത്തിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫുഡ് ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കെവിൻ സാർ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു സെഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്